എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണം. അനിയൻ ബാവ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാവ പറയുന്ന അമ്മുന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാൻ അല്ലടാ പോത്തെ. ഇതവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ, ഓ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. നീയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം എന്താ ഉള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മുവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മുവിനെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പൊ എന്റെ മനസ്സ് നിറയാവളാ. ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. പ്രേമ, ഇത് അപകടാ. എന്ന് വെച്ച് ഞാൻ പേടിച്ചോടണോ? ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവനാ. ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും. അയ്യോ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ നേരെ ചെന്ന് പറയാൻ പോവാ. എന്ത്? ഞാനും മാളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. പിന്നെ നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? താൻ പറഞ്ഞിട്ടാണെന്ന് പറയും. താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നുകളയും. ആര്? താനാ? ഞാനല്ല, എന്നെ അവര് കൊന്നുകളയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പഴാ? എടാ പോത്തെ, ഈ വിവരം നമ്മൾ വഴി അനിയമ്പാവേം ചേട്ടമ്പുഴ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട. പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത്. മാറി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലൂ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറിറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെപ്പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടിരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊളപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. താ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ, വാ. എല്ലാം പിടിച്ചോ? കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരുവാ. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവ ആരാടാ അവിടെ? എന്താടാ? നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. എന്താടാ പട്ടി ഇത്? ചെകുത്താൻ കയറി വിടണം. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയതാ. പോർവേടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല.
എടാ ഒന്ന് ശരിയാക്കടാ. ശരിയാക്ക. ദേ, ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. വാ, റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗിന് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവാ. മുതലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. വരണ്ടെന്നോ? അതെന്താ മുതലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മുതലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെന്ന് ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല വാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ, എന്തു പറഞ്ഞ്? അതൊഴിഞ്ഞ്. ഇത് ഒഴിഞ്ഞ അമ്മൂന്റെ കാര്യം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേ ഏട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണാ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത്. അതല്ലേ ശരി? പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പം മുതൽ ഒരു പായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ട് കഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളൂ. അത് നീയല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയില്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം? പോയി കിടന്നുറങ്ങി. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമ്മ വാശിയാ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്നും അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി. അയാക്കടെ മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം. വാ, താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. അതും താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന് നീ മാളൂന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്. മാളു മ്യാവൂ മ്യാവൂ മ്യാവൂ. പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട്. പൊയ്ക്കോ. അതല്ല, വേറൊരു കാര്യം പറ്റാ. ഒന്നും പറയാനും പറ്റില്ല. എന്തായി? കൊളമായി. എങ്ങനെ കൊളായി? അവളെന്നെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ. കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണല്ലോ? സത്യമായിട്ടും സത്യമാ. ഞങ്ങളുടെ ഈ 4 കാതും കൊണ്ട് കേട്ടതാ. അത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അത് ശരിയാക്കാം.
ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാടാ ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി തെളിയിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. രണ്ടാളും ഞങ്ങളോടൊപ്പം നിന്നോണം. നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. അമ്മുവിനെ വേറെ ഒരുത്തൻ കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോ സമ്മതിക്കില്ല. അമ്മു നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അത് മതി. അളിയോ പെങ്ങളെ, അളിയോ, എന്താടാ സംഗതി ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ വരാതിരിക്കാൻ ഒക്കുവോ? ക്ഷണിക്കാനാ? എന്തിന്? അത് ശരി. അപ്പൊ മറന്നു കിടക്ക. ഞങ്ങള് വിചാരിച്ച് ഇവിടെ ഭയങ്കര ആഘോഷവും ബഹളവും ഒക്കെ ആയിരിക്കുമെന്ന്. നാളത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയില്ലേ? നിങ്ങളുടെ രണ്ടുപേരും പുറന്നാളാ. അയ്യോ, പറഞ്ഞ പോലെ ശരിയാ, ഞാനും അതങ്ങ് മറന്നുപോയി. നാളെ നിങ്ങളുടെ പിറന്നാളാ. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഇതെന്താണ് ഇപ്പൊ ഒരു പുതുമ? ഇതുവരെ ഒരു പിറന്നാളും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല, ഇനിയോട്ട് ആഘോഷിക്കാനും പോണില്ല. ഇത് അങ്ങനെയാണോ? ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ, അതിനു മുമ്പ് ഇങ്ങനൊരു നല്ല ദിവസം വന്നാ അത് ആഘോഷിക്കണല്ലയാ. അതുമല്ല, കല്യാണത്തിന് മുമ്പ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പെണ്ണിനെയും ചെറുക്കനെയും പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷനാ. ഇപ്പൊ എല്ലാ വലിയ വീട്ടിലൊരു ചടങ്ങാ. അങ്ങനെ ഒരു ചടങ്ങുണ്ടാ? പിന്നെ ഇത് നടത്തിയില്ലെങ്കിൽ കുറച്ചില്ല. നമുക്കിതൊന്നും അറിയാൻ പാടില്ലാണ്ടാണെന്ന് എല്ലാരും കരുതൂ. ആഹാ, അങ്ങനൊരു പട്ടിയും കരുതാണ്ട. നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം. അതിനെവിടുന്നാ സമയം? ആളുകളെ വിളിക്കാനും ഒരുക്കങ്ങൾ നടത്താനും ഇന്നൊറ്റ ദിവസം കൊണ്ട് പറ്റുവാ? അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിളിക്കേണ്ടവരൊക്കെ ഞങ്ങൾ വിളിച്ചോളാം. വീട് അലങ്കരിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആളുകൾ ഇപ്പൊ എത്തും. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം റെഡി. അല്ലേലും എന്റെ ആങ്ങളമാര് കാര്യവിവരമുള്ളവരാ. എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ അവർക്കറിയാം. അല്ലേ മോനെ? എന്നാ പിന്നെ നോക്കി നിൽക്കാണ്ട് ഇടപെടിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കടാ. ഓ വാ. അപ്പ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണേണ്. എടാ പ്രേമേന്ദ്ര. യെസ് പ്രേമേന്ദ്ര, എങ്ങനെയുണ്ട് ചേട്ടാ വലിയ മുതലാളി തെപ്പിച്ചു തന്ന? കൊള്ളാം. ചത്ത് കിടക്കുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. എടാ ഇതൊക്കെ വാങ്ങിച്ചു തന്നിരിക്കണ എന്തിനാന്നറിയൂ? ഇന്ന് പന്തൽ വെച്ച് പെണ്ണിൻ ചെറുക്കൻ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടെന്ന്. അനിയമ്പാവ് പരിചയപ്പെടുത്തിയാ ചേട്ടമ്പാവ് നിന്നെ കൊല്ലും, ചേട്ടമ്പാവ് പരിചയപ്പെടുത്തിയ അനിയമ്പാവ് നിന്നെ കൊല്ലും. എന്തായാലും മരണം ഒരു മഞ്ചലുമായിട്ട് നിന്റെ വാതക വന്ന് നിൽപ്പുണ്ട്. ഇരുന്ന് വിശ്രമിക്കാൻ പോവാ. എനിക്ക് ഓടറാ. പരിചയപ്പെടുത്തുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹലോ, വരൻ എവിടെ പോകുന്നു? ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, അതിനെന്തിനാണാവോ പുറത്തോട്ട് പോണത്? അകത്ത് നിറയെ ആളുകളല്ലേ. അത് സാരമില്ല, അകത്തൊഴിച്ചാ മതി. ഇപ്പൊ നീ ഇവിടുന്ന് പുറത്ത് പോകണ്ട, അകത്തേക്ക് പോടാ. എന്റെ സുഹൃത്ത് എനിക്ക് മൂത്രം ഒഴിച്ചിട്ട് ആ വഴി വീട്ടിൽ പോണ്ട. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ ടെലഗ്രാം വന്നിരുന്നു. ടെലഗ്രാമോ? അല്ല, ഫോൺ വന്നു. ഫോണാ? ഏത് ഫോൺ? ഒരാള് വന്ന് പറഞ്ഞാണ് ചങ്ങാതി. ആരും ഒന്ന് പറഞ്ഞാലും നീ ഇവിടുന്ന് പോവില്ല. മര്യാദക്ക് അങ്ങോട്ട് ചെല്ലടാ. എന്ത്? ഇങ്ങോട്ട് ഒറ്റ കീറ്. എന്ത്? കോട്ട് കീർന്ന്. അങ്ങോട്ട് ചെല്ലടാ. ഇനി എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോണേണ്. ഇതാണ് വരൻ. കൊട്ടാരം വീട്ടിൽ ദേവിത്തമ്പ്രാട്ടിയുടെ മകൻ പ്രേമചന്ദ്രൻ. എന്ത് കോമാടാ? ബികോം. ആ കോം. അച്ഛാ ബികോം. ഈ കോം. ഇനി കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താം. നിക്ക് ചേട്ടാ, പെണ്ണിനെ നമുക്ക് പരിചയപ്പെടുത്തണ്ട. അതിലൊരു ഫ്യാഷൻ കിടക്കട്ടെ. കല്യാണ പെണ്ണ് ഇപ്പ ഇവിടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അത് കൊള്ളാം. നിക്കടാ, എന്താണ് ഇത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ. അല്ല, അതെല്ലാവർക്കും അറിയാലോ.
എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം. അതാണ് അതിന്റെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം.